നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED വീണ്ടും ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ 2 വട്ടം ബിജുവിനെ ED ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായ പല വിവരങ്ങളും കിട്ടിയിരുന്നു. എന്നാൽ കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് നടക്കുന്ന കാലയളവിൽ ബിജുവിന് പണം കിട്ടിയിരുന്നു. ഈ ക്രമക്കേടുകളെക്കുറിച്ച് ബിജുവിന് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാറിൽ നിന്നും ബിജുവിന് കൃത്യമായി സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് ED ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. ED ഇക്കാര്യത്തിൽ ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇത് 3-ാം വട്ടമാണ്. CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും ചോദ്യം ചെയ്തു ED വിട്ടയച്ചിരുന്നു. 2 വട്ടമാണ് ED MM വർഗീസിനെ ചോദ്യം ചെയ്തത്. CPMന്റെ അനധികൃതമായ അക്കൗണ്ടുകൾ, അതായത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കാത്ത അക്കൗണ്ടുകളെക്കുറിച്ചും അതിൽ ഉള്ള പണത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ വർഗീസിനോട് ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ നിർണായകമായ പല വിവരങ്ങളും ED ചോദിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏപ്രിൽ 22-ാം തീയതി വീണ്ടും വർഗീസിനോട് EDക്ക് മുൻപിൽ ഹാജരാകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. EDയുടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കും എന്ന് തന്നെയാണ് വർഗീസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി CPMന്റെ സംസ്ഥാന നേതാക്കളെയോ അഥവാ തൃശൂർ ജില്ലാ നേതാക്കളെയോ ED അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 22-ാം തീയതി MM വർഗീസ് EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടി എത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ED ഏതെങ്കിലും വിധത്തിൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്നും ഏതെങ്കിലും ഒരു CPM നേതാവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനില്ല. അതുകൂടാതെ തന്നെ CPMനും പിണറായി വിജയനും മേൽ ധാരാളം സമ്മർദ്ദം വേറെയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട CMRL മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും EDയുടെയും അന്വേഷണം വീണ വിജയനെതിരെയും എക്സാലോജിക്കിനെതിരെയും നടക്കുന്നു. ഈ തരുണത്തിൽ വീണ വിജയൻ അറസ്റ്റിലാകാതിരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തും തൃശ്ശൂരും ആലപ്പുഴയിലും BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു നീക്കുപോക്കിന് പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു എന്ന അനൗദ്യോഗികമായ വാർത്തകൾ പുറത്തു വരുന്ന ഈ അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ 3-ാം വട്ടവും തൃശ്ശൂരിൽ നിന്നും ബിജു എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ബിജുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ EDക്ക് കിട്ടുകയും ED ഏതെങ്കിലും തരത്തിൽ ബിജുവിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ അത് CPMനെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. ഇന്ന് ബിജുവിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചാലും 22-ാം തീയതി MM വർഗീസിനെ ED ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് CPMനെ സംബന്ധിച്ചിടത്തോളം തലവേദനയുണ്ടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ, കടുത്ത നടപടികളിലേക്ക് ED കടക്കുകയാണെങ്കിൽ, MM വർഗീസ് അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും അത് CPMനെ സംബന്ധിച്ചിടത്തോളം ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്, നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 22-ാം തീയതി MM വർഗീസ് EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുമോ ഇല്ലയോ എന്നുള്ളത് സംശയകരമായി തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതെന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അവസരത്തിൽ CPM ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ഈ അന്വേഷണ കമ്മീഷൻ അവിടെ കൃത്യമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും അതേ തുടർന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പേഴ്സായ ചില ആളുകളെ അതിൽ നിന്ന് നീക്കുകയുണ്ടായി എന്ന് തന്നെയാണ് CPM പറഞ്ഞിരുന്നത്. എന്നാൽ CPM പറയുന്ന ഈ അന്വേഷണവും അതിന്റെ റിപ്പോർട്ടും എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ED ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ED ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാൻ സാധിക്കില്ല, അഥവാ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം MM വർഗീസിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ വർഗീസ് EDക്ക് നൽകിയ മറുപടി.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ടോ ഞങ്ങളുടെ കൈവശമില്ല, അത് നിങ്ങൾ ചോദിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ സാങ്കല്പികമായി അത്തരം ഒരു റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് എം വർഗീസ് ഇഡിക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം ഹാജരായപ്പോൾ പറഞ്ഞത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി CPM നടത്തിയ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് PK ബിജു ആയിരുന്നു. ബിജു ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതായത് ജില്ലാ നേതൃത്വത്തിന്റെ നേതാവായിരുന്ന AC മൊയ്തീൻ അടക്കം സംസ്ഥാനത്തിന്റെ CPMന്റെ ഉന്നത നേതാക്കളെ താൻ ധരിപ്പിച്ചിരുന്നു എന്നാണ് ബിജു പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ സമ്മന്നതരായ ആളുകൾക്ക് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നിരുന്നത്, അല്ലെങ്കിൽ PK ബിജുവും കൂട്ടരും അന്വേഷിച്ച റിപ്പോർട്ട് കൃത്യമായി തന്നെ പിണറായി വിജയൻ അടക്കമുള്ള സമ്മന്നതരായ നേതാക്കളെ അറിയിച്ചിരുന്നു എന്നാണ് ബിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. അതായത് കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പുകൾ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായ രൂപരേഖ അല്ലെങ്കിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ സമ്മന്നതരായ നേതാക്കളെ തങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് ബിജു ഇഡിക്ക് മുമ്പിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ED നടത്തുന്ന അന്വേഷണം വെറും പ്രഹസനം മാത്രമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസരത്തിൽ ഏത് വിധേനയും CPM നേതാക്കൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കൾക്ക് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുവാനും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുമാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് EDയെ അയച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് M വർഗീസ് അടക്കമുള്ള തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കളും CPMന്റെ സംസ്ഥാന നേതാക്കളും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുമെല്ലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. EDയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ CPMനെ വേട്ടയാടുന്നു. അവർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി CPMനെ കരുവന്നൂർ ബാങ്കുമായി തട്ടിപ്പ് കേസുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സകല CPM നേതാക്കളും പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED ഈ നേതാക്കളെയെല്ലാം വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുവാൻ വിളിച്ചു വരുത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും PK ബിജുവിനെ ഇന്ന് ED ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായ പല വിവരങ്ങളും ശേഖരിക്കാനാവും എന്ന് തന്നെ ED വിശ്വസിക്കുന്നു. മാത്രമല്ല, വരുന്ന 22-ാം തീയതി M വർഗീസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും അനാവരണം ചെയ്യപ്പെടും എന്ന് തന്നെ ED എടുത്തു പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക്, അതായത് ED 2ാം ഘട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് കൃത്യമായി തന്നെ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ED ഈ അന്വേഷണത്തിനൊടുവിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ തൃശ്ശൂർ ജില്ലാ നേതൃത്വങ്ങളാകെ വിരളി പിടിച്ചിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ED കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന നേതാക്കളെയോ ജില്ലാ നേതാക്കളെയോ ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPMന് ചില്ലറയൊന്നും ആയിരിക്കില്ല ക്ഷീണം വരുത്തി വയ്ക്കുക എന്ന് തന്നെയുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ CPM എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ എല്ലാ അന്വേഷണങ്ങളുടെയും റിപ്പോർട്ട് പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ സമ്മന്നതരായ നേതാക്കളുടെ കയ്യിലുണ്ട്, അവർക്കത് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ബിജു പറയുന്നത്. അതായത് തനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനില്ല, തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റെന്തെങ്കിലും ഈ കാര്യത്തിൽ വെളിവാക്കാനില്ല എന്ന് തന്നെയാണ് PK ബിജു പറയുന്നത്. എന്നാൽ കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് നടക്കുന്ന കാലം മുതൽ തന്നെ മുഖ്യപ്രതിയായ സതീഷ് കുമാറിൽ നിന്നും ബിജുവിന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടുകളിലും ഭാഗപക്കായി നിന്നുകൊണ്ട് സാമ്പത്തിക വരുമാനം നേടിയ ആൾ തന്നെയാണ് PK ബിജു എന്ന നിഗമനത്തിൽ തന്നെയാണ് ED ഇന്നും PK ബിജുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ED PK ബിജുവിനെതിരെ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.